താളങ്ങളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ താളത്തിന് ആവശ്യമായ 6 അംഗങ്ങളെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അതിൽ ആദ്യത്തത് അനുദ്രുതം. അനുദ്രുതം ഇസ് എ ബീറ്റ്. ഒരു ബീറ്റ് മാത്രം വരുന്നതിനെയാണ് നമ്മൾ അനുദ്രുതം എന്ന് പറയുന്നത്. സാധാരണയായി ടെക്സ്റ്റ് ബുക്കുകളിൽ അല്ലെങ്കിൽ മ്യൂസിക്കൽ നൊട്ടേഷനിലൊക്കെ നമ്മൾ കാണുന്ന അനുദ്രുതത്തിൻ്റെ സിമ്പൽ യു എന്നായിരിക്കും. അതിൻ്റെ വാല്യൂ 1 ആണ്. സെക്കൻഡ് വൺ ഇസ് ദ്രുതം. ദ്രുതം ഇസ് എ ബീറ്റ് ആൻഡ് എ വേവ് ഓഫ് ഹാൻഡ്. അടിച്ച് കൈ മറിക്കുക, ഇതിനെയാണ് നമ്മൾ ദ്രുതം എന്ന് പറയുന്നത്. നമ്മൾ ഓ എന്ന സിമ്പലിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ബിക്കോസ് 1, 2 ഇങ്ങനെ 2 അക്ഷരമുണ്ട്. പിന്നെ വരുന്നത് ലഘു. ലഘു എന്ന് പറയുന്നത് അടിച്ച് വിരലുകൾ എണ്ണുക. ദ ബീറ്റ് ആൻഡ് കൗണ്ടിങ് ഓഫ് ഫിംഗേഴ്സ് ഇസ് ലഘു. അപ്പം നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് വേർഡൊക്കെ തുറക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഡീഫോൾട്ടായിട്ട് ടൈംസ് ന്യൂ റോമൻ സൈസ് 12 എന്ന് കാണുന്നത് പോലെ ലഘു ബേസിക്കലി ഒന്നും പറയാതെ ലഘുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 4 എന്നുള്ള അർത്ഥത്തിലാണ്. ചതുരശ്ര ജാതി ലഘു എന്നാണ് എപ്പോഴും ലഘുവിനെ വിശേഷിപ്പിക്കുക. ലഘു എപ്പോഴും 4 ആയിരിക്കും. ഒരു ജാതിയും വിശേഷിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് 4 ആയിരിക്കും, ചതുരശ്ര ജാതി ആയിരിക്കും. അപ്പോൾ ലഘുവിൻ്റെ വാല്യൂ 4 ആണ്. ഒരു നീളമുള്ള എൽ, സ്മോൾ ലെറ്റർ എൽ എഴുതുന്ന പോലെയാണ് എൻ്റെ സിമ്പിൾ എഴുതുക. പിന്നെ വരുന്നത് ഗുരു. ഗുരുവിൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ ഈ താളങ്ങളിൽ 2 ടൈപ്പ് ഓഫ് ക്രിയാസ് ഉണ്ട്. ഒച്ച ഉണ്ടാക്കുന്നത്, ദാറ്റ് കംസ് വിത്ത് സൗണ്ട് എന്നാണെങ്കിൽ അതിനെ നമ്മൾ സശബ്ദ ക്രിയ എന്നും, സൗണ്ട് ഇല്ലാതെ വരുത്തുന്നതിനെ നിശബ്ദ ക്രിയ എന്നും പറയുന്നു. സോ ഗുരുവിൽ ഒരു ബീറ്റിന് ശേഷം ഉള്ള ബാക്കിയെല്ലാം നിശബ്ദ ക്രിയയാണ്. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെയാണ് ഗുരു. വാല്യൂ 8 ആണ്. അടുത്തത് പ്ലുതം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 അക്ഷരമുള്ള പ്ലുതത്തിൻ്റെ വാല്യൂ 12 ആണ്. ലാസ്റ്റ് വൺ ഇസ് കാക്കപാദം. കാക്കപാദം ക്രോയിൻ്റെ ഫീറ്റ് പോലെ തന്നെയാണ്, പ്ലസ് ആണ് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ കാക്കപാദം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. 16 ആണ് കാക്കപാദത്തിൻ്റെ വാല്യൂ. ഗുരുവിൻ്റെ സിമ്പലും വാല്യൂവും ഒന്ന് തന്നെ, 8 എന്ന് തന്നെയാണ് എഴുതുക. പ്ലുതത്തിന് 8 എന്ന് എഴുതിയിട്ട് 8ൻ്റെ മുകളിൽ ഒരു ചെറിയ 1 പോലെ എഴുതാറുണ്ട്, ഒരു കൊമ്പ് പോലെ വരയ്ക്കാറുണ്ട്. ഈ 6 അംഗങ്ങളെയാണ് നമ്മൾ ഷഡംഗാസ് എന്ന് പറയുന്നത്.